തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരികയും പശ്ചിമ ബംഗാളിൽ കൂടി ഇരട്ട എഞ്ചിൻ സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതോടെ കേന്ദ്ര സർക്കാർ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. രാഷ്ട്രീയ തർക്കങ്ങൾ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെയും വികസനത്തിന് തടസ്സമാകരുത് എന്ന്. ഇതാരെ ഉദ്ദേശിച്ചാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. BJP സർക്കാർ അധികാരത്തിലേറാത്ത കേരളത്തിനെയും തമിഴ്നാടിനെയും ലക്ഷ്യം വെച്ച് തന്നെയാണ് കേന്ദ്രം ഈ ഒരു പന്തെറിഞ്ഞിരിക്കുന്നത്. കേന്ദ്ര പദ്ധതികളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം അവസാനിപ്പിച്ചാൽ ഇതുവരെ തടഞ്ഞുവെച്ച ഫണ്ടുകൾ മുഴുവൻ നൽകാമെന്ന വലിയൊരു ഉറപ്പാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വരുന്നത്. വികസനത്തിലേക്കുള്ള ഈ സുവർണാവസരം കേരളം ഉപയോഗിക്കുമോ അതോ രാഷ്ട്രീയ വാശിയിൽ തന്നെ തുടരുമോ എന്ന് നമുക്ക് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായുള്ള രാജ്യത്തെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ ഔദ്യോഗികമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു. മുൻപ് രാഷ്ട്രീയ കാരണങ്ങളാൽ മമതാ ബാനർജി സർക്കാർ ഈ പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ബംഗാളിൽ ഭരണം മാറുകയും സുവേന്ദു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തതോടെ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്ക് അവിടെ പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കേരളത്തിനും തമിഴ്നാടിനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കത്ത് ലഭിക്കുന്നത്. എന്താണ് ഈ PM ശ്രീ പദ്ധതി എന്ന് നമുക്കറിയാം. രാജ്യത്തുടനീളം 14,500-ലധികം സർക്കാർ സ്കൂളുകളെ അത്യാധുനിക സൗകര്യങ്ങളുള്ള മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുന്ന വലിയൊരു കേന്ദ്ര ദൗത്യമാണിത്. നമ്മുടെ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനാവസരം ഇതിലൂടെ നരേന്ദ്രമോദി സർക്കാർ ഉറപ്പു നൽകുന്നത്. ഇതിനൊപ്പം മുതിർന്നവരുടെ സാക്ഷരത ലക്ഷ്യമിട്ടുള്ള കേന്ദ്രത്തിന്റെ ഉല്ലാസ് പദ്ധതിയും ബംഗാൾ നടപ്പിലാക്കും. എന്നാൽ രാഷ്ട്രീയ വിയോജിപ്പുകൾ കാരണം കേരളവും തമിഴ്നാടും ഇതുവരെ ഇതിനോട് യോജിക്കാൻ തയ്യാറായിട്ടില്ല. പദ്ധതി നടപ്പാക്കാത്തതിനെ തുടർന്ന് ഈ സംസ്ഥാനങ്ങൾക്കുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് കേന്ദ്രത്തിന് തടഞ്ഞു വെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ കേന്ദ്രത്തിൻ്റെത് ഒരിക്കലും ഒരു പ്രതികാര രാഷ്ട്രീയമല്ല, വിവേചനമില്ലാത്ത വികസനമാണ് കേന്ദ്ര നയം. പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാകുന്ന സംസ്ഥാനങ്ങൾക്ക് മുൻപ് തടഞ്ഞുവെച്ച സമഗ്ര ശിക്ഷാ ഫണ്ടിന്റെ കുടിശ്ശിക മുഴുവൻ ഒരുമിച്ച് റിലീസ് ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് വികസനത്തിന് തയ്യാറാണെങ്കിൽ പണം ഒരു തടസ്സമേ അല്ല. പശ്ചിമ ബംഗാളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിയതുപോലെ കേരളത്തിലും ആ മാറ്റം അനിവാര്യമാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കാൻ കേന്ദ്രം നൽകുന്ന ഒരു അവസാന അവസരവും കൂടിയാണത്. കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്ന ഈ ഒരു വികസനത്തിന്റെ ചൂണ്ടയിൽ കേരളം കൊത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. രാഷ്ട്രീയ ഈഗോ മാറ്റിവെച്ച് നമ്മുടെ കുട്ടികളുടെ മികച്ച ഭാവിക്കായി, സ്കൂളുകളുടെ നവീകരണത്തിനായി കേന്ദ്രവുമായി കൈകോർക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ അതോ ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ മാത്രം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിരിക്കുമോ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്.